പോസിറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോവ ട്രിപ്പ് അടുത്ത് വരെയാണ്. വെച്ചാൽ നമ്മൾ 26 ജാൻ, അതായത് റിപ്പബ്ലിക് ഡേ ആണെന്ന് രാവിലെ 3 മണിക്ക് ഇവിടെ നിന്ന് നമ്മൾ ഡിപ്പാർട്ട് ചെയ്യും. ഏകദേശം ഒരു 6 ദിവസത്തെ ട്രിപ്പാണ്. ഏകദേശം 23 വണ്ടികളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന്. ഏകദേശം 75ഓളം കിഡ്സ് ഉൾപ്പെടെ 75ഓളം ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വണ്ടിയുടെ ടയർ ഒന്ന് അലൈൻമെൻറ്റും ബാലൻസിങ്ങും ഒന്ന് ചെയ്യാമെന്ന് വെച്ച് ഇറങ്ങിയത്. അപ്പോൾ അലൈൻമെൻറ്റും ബാലൻസിങ്ങും ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും റോഡ് ഫോഴ്സ് അലൈൻമെൻറ്റാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയായിരിക്കും. റോഡ് ഫോഴ്സ് ബാലൻസിങ് അറിയാത്ത ആൾക്കാരും കാണും. അപ്പം ഇന്ന് ഈ വീഡിയോ ഈ റോഡ് ഫോഴ്സ് ബാലൻസിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഇത്രയും ലോങ് ഒക്കെ പോകുന്നതല്ലേ, ഒരു 10,000-2000 കിലോമീറ്റർ ഓടുന്നുണ്ട്. ടയറിന് ചെറിയൊരു നോയ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റോഡ് ഫോഴ്സ് വഴി കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം. സാധാരണ നമുക്കിങ്ങനത്തെ വോബ്ലിംഗ് ഇഷ്യൂ, ടയർ നോയ്സ് ഇഷ്യൂ ഒക്കെ നമുക്ക് റോഡ് ഫോഴ്സ് ചെയ്യുമ്പം നമുക്ക് ഒരുവിധം കുറയും. അപ്പോൾ എന്താണ് റോഡ് ഫോഴ്സ് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പം ഞാനിപ്പം ട്രിവാൻഡ്രത്ത് സിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 2 സ്ഥലത്ത് റോഡ് ഫോഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ന്യൂ ഭാരത് ടയേഴ്സ് ഈഞ്ചക്കൽ, 2 പറയുന്നത് രോഹിണി ടയേഴ്സ്. അപ്പം രോഹിണി ടയേഴ്സിലോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ 2 ഷോപ്പും നമ്മുടെ ക്ലബിൻ്റെ പ്രിവിലേജ് പാർട്ട്നേഴ്സാണ്. അപ്പം നമുക്ക് നമ്മുടെ ക്ലബ് മെമ്പേഴ്സിനെല്ലാം ഈ പറഞ്ഞ 2 സ്റ്റോറിലും ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ ഞാനിപ്പം രോഹിണിയിലോട്ടാണ് പോകുന്നത്. അപ്പം സിറ്റിയിലുണ്ട്, ഇവിടെ ട്രാഫിക്കിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്കിതിൻ്റെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചും കണ്ടുവന്നാൽ മതി. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് തുടങ്ങി. അപ്പോൾ ആദ്യം അലൈൻമെൻറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ബാലൻസിങ് ചെയ്യും. അലൈൻമെൻറ്റ് നമ്മുടെ നോർമലായിട്ടുള്ള ടൈപ്പ് അലൈൻമെൻറ്റ് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് മെയിനായിട്ട് ബാലൻസിങ്ങിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗോവ ട്രിപ്പിൽ നിന്നൊക്കെ മുങ്ങി കള്ളപ്പെടുവാൻ. എന്താടാ മുങ്ങിയത്? സ്ഥലത്തിൽ എവിടെ പോണു? രാമേശ്വരം ഭക്തി മാർഗത്തിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് ഗോവയ്ക്ക് പോയിട്ട് ഭക്തി മാർഗത്തിൽ പോകും. അപ്പോൾ അത് പറ്റൂല. അപ്പോൾ വീലൊക്കെ ജാക്കപ്പ് ചെയ്ത് പണി തുടങ്ങുകയാണ് കേട്ടോ. ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ ടയർ എടുത്തിട്ടുണ്ട്. വീൽ അവർ ഫിക്സ് ചെയ്തിട്ട് അവർ പഴയ വെയിറ്റൊക്കെ അവർ റിമൂവ് ചെയ്യാണ്. നോർമലായിട്ടുള്ള കണ്ടീഷനിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അതിൽ 30, ഇതിലെത്ര പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 32 മതിയാ? ഓക്കെ, ഇതിൽ കോൾ ടയർ പ്രഷർ 32 വയ്ക്കണം അല്ലേ? സിസ്റ്റം കാണിക്കുന്നതാണല്ലേ? ഓക്കെ കാണിച്ചു. മീൻസ് പ്രഷർ ഐഡിയയിലാണെന്നാണ് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഇത് മെക്കാനിക്കലി ഒരു പ്രഷർ അപ്ലൈ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഒരു റോഡ് കണ്ടീഷൻ ഇപ്പോൾ അവിടെ നടക്കുകയാണ്. അതിനെ സിമുലേറ്റ് ചെയ്താണ് അതിൻ്റെ റീഡിങ്സും വാല്യൂസൊക്കെ എടുക്കുന്നത്. ഒരു സൈഡ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് വെച്ചാൽ ഇതെന്താണ്, ഇവിടെ 85 ഗ്രാം ആ സൈഡ് കുറവാണ്. ഓക്കെ, ആ സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാലൻസ് കറക്റ്റ് അതേപോലെ ആവും. അപ്പം 85 ഗ്രാം എൻ്റെ ടയറിൽ റൈറ്റ് സൈഡ് കുറവ്. അപ്പോൾ ഈ 0 ഗ്രാം എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡ് ഓക്കെയാണ്. ലെഫ്റ്റ് സൈഡ് ഓക്കെ, റൈറ്റ് സൈഡ് മാത്രമേ ഓക്കെ. അപ്പോൾ വാല്യൂസിൽ എൻ്റെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ ലേസർ വന്ന് നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഈ വെയിറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. പഴയ ഇതിനെ ക്ലീൻ ചെയ്തിട്ടാണ് ഇതായിട്ട് ചെയ്യുന്നത്.
85 ഗ്രാം വെയിറ്റ് അവർ ഒട്ടിക്കണം. അല്ലെ 10, 5, 10, 5 അങ്ങനെ വെയിറ്റ് മാറുന്നുണ്ട് കാണാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെയിറ്റ് വേണ്ടി വരും അല്ലേ? ഇതിപ്പം 60 മാത്രമേ ഇതിൽ വെയിറ്റ് വരുള്ളൂ. ഓക്കെ, ഒരു സെറ്റിൽ 60 വരത്തുള്ളൂ. ഓക്കെ, 25 കൂടെ ആഡ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലേസർ ഇതിൽ മാർക്കിംഗ് കാണുന്ന അതേ പൊസിഷനിൽ തന്നെ അവിടെ മാർക്കിംഗ് ആണ്. ഇപ്പോൾ ശരിക്കും നല്ല ഔട്ടാണല്ലേ ഇത്? അപ്പോൾ വീണ്ടും വന്നിട്ട് അവർ വീണ്ടും അത് സ്പിൻ ചെയ്ത് നോക്കും. ഇപ്പോൾ വെയിറ്റ് ഇട്ടത് കാരണം പഴയ ബാലൻസിങ് ആയിട്ടുള്ള കമ്പാരിസൺ നോക്കുമ്പം ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം 20 ഗ്രാമിന് വ്യത്യാസമുണ്ട്. വീണ്ടും 20 ഗ്രാമിൻ്റെ ഒരു എറർ വരുന്നുണ്ട്. ഔട്ട് സൈഡിലാണ് പുറത്താണ്. ഇത് ഇപ്പോൾ വന്നേക്കുന്ന ഔട്ടർ ഇന്നർ സൈഡിലാണ്. അപ്പോൾ ഇന്നർ സൈഡിലേക്കുള്ള വെയിറ്റ് അവർ ആഡ് ചെയ്യും. ഇന്നർ സൈഡിലെ വെയിറ്റ് ആഡ് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം വാല്യൂസ് എല്ലാം ഓക്കെയാണ്. നമ്മൾ അന്ന് ഇത് പറഞ്ഞില്ലായിരുന്നോ ഈ ഒരു കാര്യം കാണിക്കുന്ന എന്താ? അതെന്താ? ഇതാണ് ഇത് ടയറിന്റെ വെയിറ്റ്. അതായത് നമ്മുടെ റിമ്മിനൊരു വെയിറ്റ് ടയറിനൊരു വെയിറ്റ് ഉണ്ടാവും. ഓക്കെ, റിമ്മിനും ടയറിന് ഒരേ സൈഡിലാണ് വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇവിടെ അത് റെഡ് ആവും. റെഡ് ആകുമ്പോൾ ടയർ നമ്മൾ റിമ്മ് റൊട്ടേറ്റ് ചെയ്യാതെ ടയർ മാത്രം റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അതായത് റിമ്മിൽ നിന്ന് ടയർ ഊരിയിട്ട് ഈ കുറച്ച് നേരത്തെ താഴത്തെ മാറും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ വെയിറ്റ് അൺബാലൻസ് ആയിട്ട് വെയിറ്റ് ഒരു ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിലറിയാൻ പറ്റുമോ ആ ഒരു വ്യത്യാസം? ഓക്കെ ഓക്കെ, നമ്മുടെ ഒരു ടയറും ഈ ടയർ റെഡിയാണ്. അടുത്ത ടയറിലേക്ക് അവർ പോകും. അപ്പോൾ ഇതിൽ ഇപ്പോൾ വേറൊരു സ്പെഷ്യാലിറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ നോർമൽ ബാലൻസിങ്ങിന് ഒറ്റ ഡയറക്ഷനിൽ മാത്രം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമാണ് അവർ കറക്കി നോക്കുന്നത്. ഇത് 2 ഡയറക്ഷനിലും സ്പീഡ് വേരിയേഷൻ വരുത്തിയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടയർ ചെയ്തപ്പോഴേ നമുക്കിത് ഇങ്ങനെ ഒരു പ്രശ്നം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത് ഇതിൻ്റെ പൊസിഷൻ ലിമിറ്റ് ബിയോണ്ട് ലെവലാണ് ഇത് കാണിക്കുന്നുണ്ടോ? അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു ടയറിനൊരു ഡിഫറൻസ് വരുത്താനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതിൻ്റെ ടയറിൻ്റെ റിമ്മിൻ്റെ പൊസിഷൻ രണ്ടും ഒരുപോലെ വെയിറ്റ് കൂടിയ പൊസിഷൻ ഒരേ സൈഡിൽ കിടക്കുവാണ്, അത് മാറ്റും. ഓക്കെ, ഇതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് സാധാ ബാലൻസിങ്ങിൽ അറിയാൻ പറ്റില്ലല്ലോ. ഇതൊന്നും നമ്മൾ അറിയത്തുമില്ല. നമ്മൾ ഇത് വെച്ച് വേണ്ടി ഓടിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ എററിനെ എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു കാണിച്ചു തരും. ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ നോക്കിയത് വലിയ കാര്യമായിട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും ടയർ ലൈഫിന് ഇത് എന്താ ഇതിനെ ഇമ്പാക്ട് ചെയ്യുന്നത്? ടയർ ലൈഫിനെ തന്നെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്. വൈബ്രേഷൻ വരും, ബോബ്ലിംഗ് വരും. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് വോബ്ലിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് റോഡ് ഫോഴ്സ് എന്തായാലും ചെക്ക് ചെയ്താൽ ഇവർ കറക്കുന്നുണ്ടോ, ടയറിൻ്റെ പോർഷൻ കറക്കുന്നുണ്ടോ? അതായത് ഇവർ നേരത്തെ സിസ്റ്റം പറഞ്ഞ ഇത് വെച്ചിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിങ്ങിനനുസരിച്ച് അവർ ടയർ കറക്കിക്കൊണ്ടുവരികയാണ്. നോർമൽ കേസിൽ നമ്മൾ ഒരിക്കലും ബാലൻസിങ്ങിൽ നമ്മൾ ഒരിക്കലും ഇത് അറിയത്തുമില്ല. നമുക്കൊട്ടും ഇതിന് എന്താണ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുമില്ല. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തപ്പോൾ ആ എററാണ് നമുക്ക് വന്നത്. അപ്പോൾ അതിപ്പോൾ വീണ്ടും അവർ മാറ്റുന്നുണ്ട്. ചെറിയ എറർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം ടയറിൻ്റെ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഫ്രണ്ട് പൊസിഷനിലാണ് കേട്ടോ കറങ്ങുന്നത്. ഇപ്പം അടുത്ത തിരിച്ചിറങ്ങും.
നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ബില്ല് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഒരു പ്രിവിലേജ് ഷോപ്പാണ്. ക്ലബിൻ്റെ 125 പ്രിവിലേജ് ഷോപ്പിൽ ഒരു ഷോപ്പാണിത്. അപ്പം ക്ലബ് മെമ്പേഴ്സിന് ഈ പ്രിവിലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ക്ലബിൻ്റെ സ്റ്റിക്കർ മാൻഡേറ്ററി ആയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലബിൻ്റെ പ്രിവിലേജ് കാർഡ് കയ്യിൽ വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരുന്നവരാൾക്ക് ആരും മറന്നു പോരുത് കൊണ്ടുവരാൻ. ക്ലബിലെ സ്റ്റിക്കർ ഇളകിപ്പോയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് റീപ്ലേസ്മെൻറ്റുള്ള പ്രോസസ്സ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടാണ് അവർ വർക്ക് ചെയ്തേക്കുന്നത് ഒരുപാട്. കാരണം എൻ്റെ വണ്ടിയിൽ ഒരുപാട് ടൈം എടുത്തു അവർക്ക് ചെയ്യാനായിട്ട്. കാരണം അത് ആ എറർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ അവർ വീണ്ടും ആ പ്രോസസ്സ് ചെയ്താണ് അവസാനം ഫൈനലി അത് റെഡിയാക്കി തന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് നോർമൽ ബാലൻസിങ്ങിൽ എന്തായാലും നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് എനിക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റത്തില്ല. അത് അവർ അറിയത്തുമില്ല, നമ്മളും ഒട്ടും അറിയത്തുമില്ല. അപ്പം ഞാൻ ബാക്കി ഓടിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പം നമ്മുടെ ഇന്നത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ പോയിട്ട് നമ്മളൊരു 2 മണിക്കൂർ നമുക്ക് പോയിട്ടോ. പോയെന്ന് വെച്ചാൽ ടൈം വേസ്റ്റ് ആയി പോയെന്നല്ല ഞാൻ പറയുന്നത്. കാരണം എൻ്റെ വണ്ടിക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് നിന്ന കംപ്ലയിൻറ്റ്. പക്ഷേ ഇന്നത് റോഡ് ഫോഴ്സ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു എക്സസ് പ്രഷർ അപ്ലൈ ആവുന്നുണ്ടായിരുന്നു ടയറിൽ. എങ്ങനെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് എയർ പ്രഷറല്ല, നമ്മുടെ ആ ടയറിൻ്റെ വെയ്റ്റിൻ്റെ പ്രശ്നം. ഞാനത് നിങ്ങൾക്ക് കറക്റ്റ് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കല്ലാത്ത പക്ഷം നമുക്കത് കിട്ടൂല. ഇങ്ങനത്തെ ഒരു ടെക്നോളജിയിൽ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലായത്. അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വല്ലപ്പോഴും ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. മീൻസ് എവരി 10,000 കിലോമീറ്റർ എന്ന് പറയുന്നില്ല, എങ്കിലും ഒരു 20,000 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഇത് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ഷോപ്സിൽ മാത്രമേ ഇതുള്ളൂ. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേരളത്തിൽ 3 ഷോപ്പുകളിലാണ് ഇതുള്ളത്. അതിൽ 2 ട്രിവാൻഡ്രത്തും 1 കൊച്ചിയിൽ, ടയർ ഡോം കൊച്ചിയിൽ. അപ്പോൾ ഇതാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു ഇൻഫർമേഷൻ. അപ്പോൾ എന്തായാലും അതിനുശേഷം ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ എന്നാൽ നല്ലൊരു സ്പീഡ് കയറ്റി ഓടിച്ച് നോക്കാനും പറ്റിയിട്ടില്ല. കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റോഡ് ഇവിടെ സിറ്റിയിൽ എന്തായാലും ഇല്ല. ഇപ്പോൾ ബൈപ്പാസിലോട്ട് കയറിയിട്ടൊന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ ട്രിപ്പിൻ്റെ പ്രിപ്പറേഷനിലാണ് പറഞ്ഞല്ലോ. നമ്മൾ മറ്റന്നാൾ പോവും, ഫ്രൈഡേ നമ്മൾ പോവുകയാണ്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ നമ്മളത് റെഡിയായി. ഇത് നമ്മുടെ വണ്ടിയുടെ വെഹിക്കിൾ സീരിയൽ നമ്പറാണ്, നമ്മുടെ കോൺവോയിൽ ഉള്ള സീരിയൽ നമ്പറാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബോണറ്റിൽ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത സ്റ്റിക്കർ. അപ്പം നമ്മുടെ സ്റ്റിക്കർ ഇത് ഡിസൈൻ ചെയ്തത് നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പർ തന്നെ ഡെന്നിസാണ്, മെമ്പറല്ല അഡ്മിനാണ്. പിന്നെ ഇതിനെ നമുക്കൊരു ഫൈനൽ ടച്ചപ്പ് ചെയ്ത് കുറേ അടിപൊളിയാക്കി തന്നതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ബോർഡ് ക്രിയേഷൻസ്, നമ്മുടെ ആഷിഖും ആസിഫുമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രിൻ്റ് എടുക്കാനും അതിൻ്റെ കുറേ ഗൈഡൻസ് നമുക്ക് കിട്ടി. നമുക്ക് അടിപൊളിയായിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഒരുപാട് ഇന്ന് കഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ടയറിൽ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം ടയർ ലാസ്റ്റ് ഞാൻ ടയർ മാറിയ സ്ഥലത്ത് നിന്നിട്ട് ടയറിൻ്റെ റൊട്ടേഷൻ ഡയറക്ഷൻ ശരിയല്ലായിരുന്നു. അവരത് മാറ്റി. പിന്നെ വെയിറ്റ് ഒരുപാട് ഔട്ട് ഉണ്ടായിരുന്നു, അലൈൻമെൻറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും എനിക്ക് വണ്ടി ഓടിച്ചിട്ടൊന്നും മനസ്സിലായില്ല കേട്ടോ. എനിക്ക് എക്സസ് നോയ്സ് എനിക്ക് അറിയായിരുന്നു. പിന്നെ അത് മീൻസ് ഞാനൊരു വി പാറ്റേൺ ടയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നോയ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ സ്റ്റിൽ നോയ്സ് നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. അലൈൻമെൻറ്റ് ഔട്ടാണെന്ന് പറഞ്ഞു. അലൈൻമെൻറ്റ് ഞാൻ കണ്ടിരുന്നു, അതിൽ റീഡിങ്ങിൽ ഔട്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ പേഴ്സണലി ഒന്നും അറിയാൻ പറ്റിയില്ല. ചിലപ്പം ശ്രദ്ധിക്കാത്തതുകൊണ്ടാവാം. ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും അത് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് ആവാം. പക്ഷേ എങ്കിലും അതും ശരി. അങ്ങനെ ഒരുപാട് ഒരു എഫേർട്ട് എടുത്തു അവിടുത്തെ എല്ലാ സ്റ്റാഫാണെങ്കിലും അവിടുത്തെ മാനേജർ. പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അതിശയപ്പെട്ടു. പുള്ളി കൂടെ നിന്ന് മീൻസ് അവരെ നല്ലൊരു സൂപ്പർവൈസ് ചെയ്യേണ്ട രീതിയിൽ സൂപ്പർവൈസും ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്ന രീതിയിൽ പുള്ളിയുടെ ജോലിയൊന്നും അല്ലെങ്കിൽ പോലും പുള്ളി അതെല്ലാം ഇൻഡിവിജ്വലി ചെയ്ത് പുള്ളിയുടെ ആ ഒരു നോളജ് ലെവല് നല്ല പീക്ക് ലെവലാണ്. കാരണം പുള്ളി അതിനെ നമ്മൾ എന്ത് സംശയങ്ങൾ ചോദിച്ചാലും അതെല്ലാം പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ സൈറ്റ് അവരുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാം. പനവിളയിലാണ്. ട്രിവാൻഡ്രം പനവിള SP ഗ്രാൻഡൈസിൻ്റെ ഓപ്പോസിറ്റ് രോഹിണി ടയേഴ്സ്. ഞാൻ ലൊക്കേഷൻ ഡീറ്റെയിൽസും ബാക്കി ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾ ചെക്ക് ചെയ്യുക. ക്ലബ് മെമ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. ബാക്കിയുള്ളവർക്ക് മീൻസ് കമ്പാരിറ്റീവ്ലി റേറ്റ് വലിയ കത്ത് റേറ്റൊന്നും അല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പം
നിങ്ങൾക്കത് യൂസ് ചെയ്യാം. കാരണം ഇങ്ങനത്തെ ഒരു ടെക്നോളജിയിൽ നോർമൽ ബാലൻസിങ്ങിനേക്കാൾ റേറ്റ് ഡിഫറൻസ് ഉണ്ട്. അത് ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ നമുക്കത് കൊടുക്കേണ്ടി വരും. പക്ഷേ സ്റ്റിൽ നമുക്കത് വർത്താണ്. വല്ലപ്പോഴും നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മീൻസ് ഒരു 20,000 എന്തായാലും നിങ്ങൾക്ക് ഒരു ഈ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഓപ്ഷൻ ഇല്ലാത്തവർക്കായിട്ട് നമുക്കൊന്നും പറയാനില്ല. നമുക്ക് അങ്ങനെ ഒരു ടെക്നോളജി വരട്ടെ, എല്ലാ സ്ഥലത്തും വരട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റ് ഒരു സ്ഥലത്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതൊരു ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമുക്ക് കാണാം, വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം